എക്സിനോസിൻ്റെ എക്സിനോസ് 2500 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സിനോസ് 2500 എന്നുള്ള പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സാംസങ്ങിൻ്റെ 3nm പ്രോസസ്സറാണ്. പിന്നെ ഇതിൽ 10 കോറുകൾ വരുന്നുണ്ട്. പൊതുവേ കൂടുതൽ നമ്മൾ 8 കോറുകളൊക്കെയാണ് കാണാറ്, പക്ഷേ ഇതിൽ 10 കോറ് വരുന്നുണ്ട്. അപ്പം ഇതിൽ 3.3 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് X925ൻ്റെ ഒരു പെർഫോമൻസ് കോറാണ് വരുന്നത്. അതുപോലെ തന്നെ 2.74 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A725ൻ്റെ 2 കോറുകളും അതുപോലെ തന്നെ 2.36 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A725ൻ്റെ തന്നെ 5 കോറുകളും പിന്നെ 1.8 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A520യുടെ 2 എഫിഷ്യൻസി കോറുകളും ഇതിൽ വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് എക്സിനോസ് 2400 എന്ന പ്രോസസ്സറിൻ്റെ സക്സസറായിട്ട് വരുന്ന പ്രോസസ്സറാണ്. ഇപ്പം അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം ഈ ഒരു 2400 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 15% ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു പ്രോസസ്സറിൽ വന്നേക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എക്സ്ക്ലിപ്സ് 950 GPU ആണ് ഇതിൽ വരുന്നത്. ഇത് AMDയുടെ RDNA3 ആർക്കിടെക്ചറിൽ വരുന്ന ഒരു GPU ആണ്. പിന്നെ GPUവിൽ 28% ഫാസ്റ്റർ ആയിട്ടുള്ള ഫ്രെയിം റേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പഴയ പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഈ ഒരു പ്രോസസ്സറിൽ LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും വരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ NPയുടെ കാര്യത്തിൽ 59 ട്രില്യൺ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് വരെ ഇതിൽ നടക്കുന്നതായിരിക്കും. ഇപ്പം പഴയ പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് 2400 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 39% ബെറ്റർ ആയിട്ടുള്ള ഒരു NP ആണ് ഇതിൽ വരുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 4K ഡിസ്പ്ലേ വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ 4K ഡിസ്പ്ലേക്ക് ആണെന്നുണ്ടെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ Quad HD+ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ 144 Hz റിഫ്രഷ് റേറ്റ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 320 MP ക്യാമറ സെൻസർ വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ 64+32 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ 8K 30 FPS 10-bit HDR വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ 4Kയിലാണെന്നുണ്ടെങ്കിൽ 120 FPS വീഡിയോ റെക്കോർഡിംഗ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ സാറ്റലൈറ്റ് കണക്ടിവിറ്റിയുടെ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ബ്ലൂടൂത്ത് 5.4ൻ്റെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ടൊക്കെ ഇതിൽ വരും. പിന്നെ 5Gയുടെ കാര്യത്തിൽ ഇതിൽ mmWave ടെക്നോളജിയും അതുപോലെ തന്നെ sub-6 GHz വരുന്ന 5G സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം mmWave ടെക്നോളജിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സ്പീഡ് 12.1 GB/s വരെ എത്തുന്നതായിരിക്കും. ഇനി sub-6 GHz 5Gയിലാണെന്നുണ്ടെങ്കിൽ സ്പീഡ് 9.64 GB/s വരെ എത്തുന്നതായിരിക്കും. പിന്നെ USB-യുടെ കാര്യത്തിൽ USB 3.2ൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഏതൊക്കെ ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ വരിക എന്ന് വെച്ചാൽ, ഇനീഷ്യലി ഇപ്പം അടുത്ത്, അതായത് ജൂലൈ 9 സാംസങ് Z Flip 7 എന്നുള്ള ഫ്ലിപ്പ് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഒരു ഫോണിൽ ഈ ഒരു പ്രോസസ്സറായിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സറാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പം MediaTek Dimensity 9400+, അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 8Elite എന്നീ പ്രോസസ്സറുകളുടെ ലെവലിലോട്ട് ഈ ഒരു പ്രോസസ്സറിന് എത്താൻ കഴിഞ്ഞോളണം എന്നില്ല. അവൻ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സർ ആണെന്നുണ്ടെങ്കിലും കോമ്പറ്റീഷനിൽ വരുന്ന MediaTekൻ്റെയും സ്നാപ്ഡ്രാഗൻ്റെ ഒക്കെ പ്രോസസ്സറിൻ്റെ ബാക്കിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ വരിക. അപ്പം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഇത് ബെസ്റ്റായിട്ടുള്ള ഒരു പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കില്ല. പക്ഷേ സാംസങ്ങിന് അവരുടെ തന്നെ സ്വന്തം പ്രോസസ്സർ യൂസ് ചെയ്യണം എന്ന് തോന്നിയാൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിൽ ഈ ഒരു പ്രോസസ്സർ ആയിരിക്കും യൂസ് ചെയ്യുക. എന്തായാലും അടുത്ത കൊല്ലത്തെ S സീരീസിൽ ഈ ഒരു പ്രോസസ്സർ യൂസ് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. S സീരീസിലും സ്നാപ്ഡ്രാഗൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. കൺഫർമേഷൻസ് പറയാൻ പറ്റില്ല. മുമ്പ് അവർ S സീരീസിൽ ചില ഫോണുകളിൽ ഈ ഒരു എക്സിനോസിൻ്റെ പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. അൾട്രാ വെർഷനിൽ മാത്രം സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. എന്തായാലും എക്സിനോസിൻ്റെ 2500 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല. എന്തായാലും സാംസങ് അവരുടെ ഒരു പ്രോസസ്സർ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.